ഗണിത ഭാഗത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമാറ്റിക് എന്ന് പറയാം. രണ്ട് മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റി അല്ലെങ്കിൽ മാനസിക ശേഷി പരിശോധന എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ കണക്കാണ്, കണക്കും തലവേദനയുള്ള മെന്റൽ എബിലിറ്റിയും. ഈ കണക്കിനെ എ പാട്ടും അതായത് മാത്സിനെ സിമ്പിൾ അരിത്തമാറ്റിക്കിനെ എ പാട്ടും റീസണിങ് എബിലിറ്റി ബി പാട്ടുമാണ്. അതിലെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ബേസിക് ഓപ്പറേഷൻ, അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഇതാണ് ഒന്നാമത്തെ അധ്യായം. 1 മാർക്ക് പരീക്ഷയ്ക്ക് വരും. പല രീതിയിലായിരിക്കും ചോദ്യം. നമ്പേഴ്സ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ വരുന്നത് ഡിവിസിബിലിറ്റിയെ ബേസ് ചെയ്തുള്ള താഴെ തന്നിരിക്കുന്ന സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്, അങ്ങനെയായിരിക്കാം. രണ്ടാമത്തേത് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. ഭിന്നസംഖ്യ എന്ന് പറയുമ്പോഴാ അംശവും ഛേദവുമാക്കി എഴുതുന്ന സംഖ്യകൾ. എല്ലാ അധ്യായത്തിലെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഭിന്നസംഖ്യയാണ്. നമ്മുടെ ജീവിതം തന്നെ ഭിന്നസംഖ്യ. നിങ്ങൾ സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത പറഞ്ഞാൽ 1/2 എന്ന് പറയും, ഭിന്നസംഖ്യയാണ്. ഒന്നേ ജോലി കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് 1/2. ദശാംശസംഖ്യ ഡെസിമൽ നമ്പർ, ഭിന്നസംഖ്യയുടെ രണ്ടാം വെർഷനാണ് ദശാംശസംഖ്യ എന്ന് പറയുന്നത്. നമ്മൾ 2 രൂപ 50 പൈസ എന്ന് പറയുന്നത് പോലെ ദശാംശസംഖ്യയും ഭിന്നസംഖ്യയും ഇന്റർ റിലേറ്റഡ് ആണ്. പെർസെൻറ്റേജ്, ശതമാനം അല്ലേ, ശതമാനം. അതാണ് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ എത്ര ശതമാനം മാർക്ക് കിട്ടി, എനിക്ക് 90% മാർക്ക് കിട്ടി എന്ന് വെച്ചാൽ എന്താ, 100ൽ 90 മാർക്ക് എന്നാണ്. എനിക്ക് 92.3% മാർക്ക് കിട്ടി എന്ന് വെച്ചാൽ 100ൽ 92.3 മാർക്ക് കിട്ടി എന്നാണ് ശതമാന കണക്ക് അല്ലേ. അല്ലേ, 4ാമത്തെ ചാപ്റ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. ജീവിതം തന്നെ ലാഭവും നഷ്ടവുമാണ്. നമ്മൾ ഈ ഉത്സവ സീസണൊക്കെ വരുമ്പോൾ കടയിൽ കാണും 50% കിഴിവ്, 50% ഡിസ്കൗണ്ട്. ഇത് കണ്ടുകൊണ്ട് ഇടിച്ചാൻ കയറും അല്ലേ. ആ ചങ്ങാതി 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് അത് 300 രൂപ ആക്കിയിട്ട് ആണ് 50 രൂപ കിഴിവ് കൊടുത്തിരിക്കുന്നത്. 100 രൂപയുടെ സാധനം 200 രൂപ കൂട്ടി 300 രൂപ ആക്കിയിട്ട് 50 രൂപ കിഴിവ് കൊടുക്കുമ്പോൾ 250 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം നമ്മളങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറും. പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ്. അടുത്ത അധ്യായം വരുമ്പോഴാ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എല്ലാവരും ഇതിന് അടിമപ്പെട്ടവരാണ്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാവരും അടിമപ്പെട്ടവരാണ്. കാരണം നമ്മളെല്ലാം ബാങ്ക് ലോൺ ഇല്ലാത്തവരാരും ഇല്ലല്ലോ. ബാങ്ക് ലോണുകൾ, വീട് വെക്കാൻ വേണ്ടി ലോണ്, മകളെ കെട്ടിക്കാൻ വേണ്ടി ലോണ്, അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി ലോണ്, വീട് വസ്തു മേടിക്കാൻ വേണ്ടി ലോണ്, പഠിക്കാൻ വേണ്ടി ലോണ്, മുഴുവൻ ലോണ്, ലോണിന്റെ പുറത്ത് ലോണ് ലോണ് ലോണ്. സർക്കാർ ജോലിക്കാരായ ലോൺ കിട്ടാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് പെട്ടെന്ന് സർക്കാർ ജോലിക്കാരായിക്കോട്ടെ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സാധാരണ പലിശയും കൂട്ടുപലിശയും. ഫ്ലാറ്റ് പലിശയുണ്ട് കേട്ടോ, അതൊന്നും നിൽക്കട്ടെ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, റേഷ്യോ അല്ലെ, അംശബന്ധവും അനുപാതവും. മറ്റേത് സിമ്പിൾ ആൻഡ് കോമൺ സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ന് പറയാം. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അംശബന്ധവും അനുപാതവും. എന്താണ്? ഒരു പുരുഷന് 2 സ്ത്രീകൾ, 1:2 റേഷ്യോ. അറിയാമല്ലോ, നമ്മുടെ രാജ്യത്തെ സ്ഥിതി അറിയാമല്ലോ. സ്ത്രീകൾ കൂടുതലും പുരുഷന്മാർ കുറവുമാണ്. അത് 1:2 റേഷ്യോ പോലെയാ. 1:2 ഒന്നുമല്ല, ഞാൻ ഏകദേശം പറഞ്ഞേ ഉള്ളൂ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, നിങ്ങളെല്ലാവരും ലൈസൻസ് ഉള്ളവരായിരിക്കാം വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതെ, സമയവും ദൂരവും. നിങ്ങളെല്ലാവർക്കും ലൈസൻസ് ഉണ്ട്. 60 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കും. ചില ബ്രൂക്ക് വണ്ടിയൊക്കെ അങ്ങോട്ട് ഓടിച്ചു വിടും. 100-ൽ പോവും, അങ്ങനെ ഒരു പോക്കങ്ങ് പോകും. അതാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. 8 ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ടൈം ആൻഡ് വർക്ക്, സമയവും ജോലിയും അല്ലേ. പിന്നെ ശരാശരി, ആവറേജ്. ഈ ആവറേജ് ആണ് ഞാൻ പറഞ്ഞ ആദ്യം പെർസെൻറ്റേജിന്റെ കാര്യം വരുന്നത്. ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരാശരി എന്ന് പറയാം. അതായത് 10 വിഷയത്തിന് കിട്ടിയ ശരാശരി മാർക്ക്, 20 ശരാശരി മാർക്ക്. സ്കൂളിൽ 10 കുട്ടികളുണ്ടായിരുന്നു, ടീച്ചറോട് വന്നു, വെയിറ്റ് ശരാശരി ഇത്രയായി എങ്കിൽ ടീച്ചറുടെ വെയിറ്റ് എത്ര എന്നും പറഞ്ഞു. ലോസ് ഓഫ് എക്സ്പോണൻസ്, കൃത്യംഗ നിയമങ്ങൾ. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. ലോസ് ഓഫ് എക്സ്പോണൻസ് എന്താണ്? കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയാം, കൃത്യംഗങ്ങൾ എന്ന് പറയാം. A⁻m × A⁻n, A⁻m ഡിവൈഡ് ബൈ A⁻n, A⁻m ഹോൾ റേഷ്യോ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിൽ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമ്മൾ മെൻസുറേഷൻ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. മെൻസുറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ 2-3 ഭാഗങ്ങളുണ്ട്. 1 ഡയമെൻഷണൽ ജോമെട്രി, 2 ഡയമെൻഷണൽ ജോമെട്രി ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഏകമാന ചിത്രം, ദ്വിമാന ചിത്രം, ത്രിമാന ചിത്രം. ചുരുക്കി പറഞ്ഞാൽ ത്രികോണങ്ങളും സർക്കിളുകളും വൃത്തങ്ങളും അനുബന്ധമായ ക്യൂബുകളും അതുപോലെ വൃത്തസ്തംഭം, വൃത്തസ്തൂപിക, ജോമെട്രി എന്ന് കോമണി പറയാം. മെൻസുറേഷൻ പാർട്ട് 1 and 2 എന്ന് പറയും, ജോമെട്രി എന്ന് പറയാം. 12ാമത്തെ അധ്യായമാണ് പ്രോഗ്രഷൻ. അപ്പം ഗണിതത്തിലെ ഭാഗമാണ്, കണക്കിലെ പ്രോഗ്രഷൻ. 10ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന
നമ്മൾ ആദ്യം പഠിച്ച ഒന്നാമത്തെ ചാപ്റ്ററായി നല്ലപോലെ അറിയാവുന്ന സമാന്തര ശ്രേണി എന്ന് പറയാം. അതാണ് മാത്സിന്റെ ഭാഗം. പിന്നെ മെന്റൽ എബിലിറ്റിയാ. മെന്റൽ എബിലിറ്റി ഒന്നാമത്തെ ചാപ്റ്റർ സീരീസ് വരും. സീരീസ് ശ്രേണികൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 1, 2, 3, 4, ഡാഷ്. നമ്മളിങ്ങനെ വായി നോക്കിയിരിക്കും. 1, 2, 3, 4, ഡാഷോ ചെല്ല് പെട്ടെന്ന് 5 ആയിരിക്കും, 5 എഴുതും. അതുപോലെ ശ്രേണികൾ. രണ്ടാമത്തെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്. ശരിക്കും അതിനെ ഫണ്ടമെന്റൽ മാത്തമാറ്റിക്സ് എന്ന് പറയാം. 4 ഓപ്പറേഷൻ ഓഫ് ഫണ്ടമെന്റൽ മാത്തമാറ്റിക്സ് എന്ന് പറയാം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് പ്ലസ് സൈന്, ബോർഡ് മാസ് എന്ന് ചുരുക്കി പറയാം. വി ബോർഡ് മാസ്, വെങ്കുലാർ, ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്. പിന്നെ സ്ഥാനനിർണ്ണയ പരിശോധന. ഒരു ക്ലാസ്സിലെ 10 പേരുണ്ട്. പരീക്ഷ പേപ്പർ കിട്ടിയിട്ട് എടി നിനക്ക് എത്ര മാർക്കുണ്ട്? അപ്പോൾ അവൾ പറഞ്ഞ് രേഖ പറഞ്ഞ് എനിക്ക് 25 മാർക്ക്. അപ്പോൾ അപ്പുറത്ത് രാജു ഇരിക്കുന്നു. രാജു എത്ര മാർക്കുണ്ട്? 50-ൽ 50 ഉണ്ട്. അപ്പോൾ രാജു പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ ഒന്നാമതാണ്, നീയോ? ഞാൻ താഴെ നിന്ന് ഒന്നാമതാണ് എന്ന് പറഞ്ഞ സ്ഥാനനിർണ്ണയ പരിശോധന. അടുത്ത അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാം അനലോഗി, വേർഡ് അനലോഗി, ആൽഫബറ്റ് അനലോഗി, നമ്പർ അനലോഗി. എന്താണ് ഈ അനലോഗി? അനലോഗി എന്ന് പറഞ്ഞാൽ സമാന ബന്ധങ്ങൾ എന്ന് പറയാം. വേർഡ് അനലോഗി വാക്കുകളിലെ സമാന ബന്ധങ്ങൾ, ആൽഫബറ്റ് അനലോഗി അക്ഷരങ്ങളുടെ സമാന ബന്ധങ്ങൾ, നമ്പർ അനലോഗി സംഖ്യകളുടെ സമാന ബന്ധങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനലോഗി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഒരു എക്സാമ്പിൾ പറയാം. കണ്ണിന് റെറ്റിന പോലെയാണ് ക്യാമറയ്ക്ക് ഡാഷ്. ഇതാണ് ചോദ്യം. 99% ആൾക്കാരും ഡൗട്ട് അടിച്ച് തെറ്റിവിടും. കണ്ണിന് റെറ്റിന പോലെയാണ് ക്യാമറയ്ക്ക് ഡാഷ്. എല്ലാവരും എഴുതും ലെൻസ് പൊട്ടത്തെറ്റ. സർക്കാരിന്റെ ബോണസ് മാർക്ക് കിട്ടും 0.33. ലെൻസ് അല്ല, ഫിലിമാണ് ആൻസർ. കണ്ണിന് റെറ്റിന പോലെയാണ് ക്യാമറയ്ക്ക് ഫിലിം. അടുത്തത് ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തണമെങ്കിൽ എന്താ? ഒറ്റയാനെ തന്നെ തേടിപ്പോകണം. 4, 5, 5-ലധികമോ സംഖ്യകളോ അക്ഷരങ്ങളോ വാക്കുകളോ ഒക്കെ തരാം. അതിൽ GK പരമായി വേറിട്ട് നിൽക്കുന്നത് ആര്? വേറിട്ട് നിൽക്കുക. ചിലപ്പോൾ പണ്ടൊരു പരീക്ഷയിലുണ്ടായിരുന്നതാ. ചോദ്യം ഇതാണ്: കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ. അല്ല, കോഴിക്കോട്, തൃശ്ശൂർ. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ. ചോദ്യം ഇതാണ്: കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ. നോക്കിയപ്പം കൊല്ലത്തിന്റെ K, കോട്ടയത്തിന്റെ K, തൃശ്ശൂരിന്റെ T, കോഴിക്കോടിന്റെ K. അപ്പൊ നോക്കുമ്പോൾ K ഉള്ളതെല്ലാം ബാക്കി എല്ലാവരും തൃശ്ശൂർ എഴുതി. തെറ്റാണ്. KH എഴുതേണ്ടത്. അവിടെ തീരദേശ ജില്ലകൾ എന്ന രീതിയിൽ കോട്ടയം എഴുതണം. ഓക്കെ, ബാക്കി ത്രിദേശ ജില്ലയാണ്. അടുത്ത സംഖ്യാവലോകന പ്രശ്നങ്ങൾ. ചോദ്യം വരാം. ചോദ്യം ഇങ്ങനെ വരും: സംഖ്യാവലോകന പ്രശ്നം ചോദ്യം ഇതാ. അപ്പൊ ചോദിക്കുന്നത് എന്താ ഈ സംഖ്യാവലോകന പ്രശ്നങ്ങൾ? മനസ്സിലായ പറയുന്നേ. ആ ചോദ്യം ഇങ്ങനെ വരും: കുറെ മിഠായി. അപ്പൊ ചോദ്യം വരാം, ലളിതമായ ഒരു ചോദ്യമാണ്. 30 മിഠായി കുറെ സുഹൃത്തുക്കൾ തുല്യമായി വീതിച്ചെടുക്കുന്നു. കൂട്ടത്തിൽ മിടുക്കൻ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ കുറവായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കും ഓരോ മിഠായി അധികം ലഭിക്കുമായിരുന്നു. എങ്കിൽ ആകെയുള്ള കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് സംഖ്യാവലോകന പ്രശ്നങ്ങൾ. കണ്ടെത്തി പഠിക്കണം. അല്ലെങ്കിൽ രാജു ഒരു കാറിന്റെ നമ്പർ പറയുന്നു. ഒന്നാമത്തെ നമ്പറിന്റെ ഇരട്ടിയാണ് അവസാനത്തെ നമ്പർ. ആദ്യ 2 അക്കത്തിന്റെ തുകയുടെ ഇരട്ടിയാണ് രണ്ടാമത്തെ. ഇങ്ങനെ പറഞ്ഞ ചോദ്യങ്ങൾ വരും. സംഖ്യാവലോകന പ്രശ്നങ്ങൾ. അടുത്ത് കോഡിംഗ് ഡീകോഡിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് ജോലിപരമായി നിങ്ങൾക്ക് വേണ്ടതാ. നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ കോഡ് ഉണ്ടാകും, PSC ഓഫീസിൽ കോഡ് ഉണ്ടാവും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഫയലിന് ഒരു കോഡ് ഉണ്ടാവും. GO പറഞ്ഞിട്ട്, ഗവൺമെന്റ് ഓർഡർ പറഞ്ഞിട്ട്. കോഡിംഗ് ഡീകോഡിംഗ്, ക്രമീകരണവും അനുക്രമീകരണവും. ഇപ്പം പണ്ട് അത് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. പണ്ടത്തെ അക്കരെ മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെയും സിനിമയില്ലേ, സാധനം കയ്യിലുണ്ടോ? അപ്പം സാധനം കയ്യിലുണ്ട്. ഇതാണ് കോഡിംഗ് ഡീകോഡിംഗ്. ആ കോഡിനെ ഡീകോഡ് ചെയ്യുന്ന മറ്റൊരു പേര്. നമ്മളിപ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മൾ ATM ഉപയോഗിക്കുന്നവരാണ്. എനി ടൈം മണിയാണോ? അപ്പൊ എന്തായാലും ശരി, ATM ഉപയോഗിക്കുന്നില്ല. ATM ഇട്ടു, കോഡിനെ ഡീകോഡ് ചെയ്തു, നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുത്തു, അപ്പോഴും ഓപ്പൺ ചെയ്ത. അതാണ് കോഡിംഗ് ഡീകോഡിംഗ്. അടുത്ത ഫാമിലി റിലേഷൻസ്, രക്തബന്ധങ്ങൾ. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ അച്ഛൻ്റെ രണ്ടാനച്ഛൻ്റെ മകളുടെ അമ്മ രാജിയായാൽ അവളും ഞാനും തമ്മിലുള്ള ബന്ധം എന്ത്? ആകെ കുളമായി. ലാസ്റ്റ് എല്ലാ റിലേഷനും മറന്നു പോകും. അതാണ് ഫാമിലി റിലേഷൻസ്, രക്തബന്ധങ്ങൾ എന്ന് പറയാം. അടുത്തത് സെൻസ് ഓഫ് ഡയറക്ഷൻ. ജോലിപരമായി വേണം. വില്ലേജ് ഓഫീസിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ അത് വേണം. രാജു വടക്കോട്ട് 10 കിലോമീറ്റർ നടന്നു, ഇടത്തോട്ട് 9 കിലോമീറ്റർ, അവിടെ നിന്ന് അവൻ്റെ അച്ഛനെ കണ്ടില്ല, വീണ്ടും വലത്തോട്ട് 4 കിലോമീറ്റർ. എങ്കിൽ യാത്ര ചെയ്തെടുത്ത് എത്രയുള്ള അകലത്തിലാണ്? മനസ്സിലായോ? പിന്നെ ടൈം ആൻഡ് ആംഗിൾ, ടൈം ഇൻ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ. ക്ലോക്കിന്റെ കണക്ക് 7:20 സമയം സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? അതിന്റെ മിറർ ഇമേജ് എത്ര? അതായത് റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കണ്ടാൽ. പിന്നെ ഡേറ്റ് ആൻഡ് കലണ്ടർ. രാജു 1980 ജനിച്ചാൽ റാണി ജനിച്ചതെന്ന് ഒരുമാതിരി ചോദ്യങ്ങളൊക്കെയാണ്. നമ്മളത് ഇവര് ജനിച്ചാൽ അമ്മയോട് ചോദിച്ചാൽ പോരെ എന്ന് തന്നെ ചോദിക്കാം. അപ്പൊ അങ്ങനെ പോകുന്നു. ലാസ്റ്റ് ക്ലറിക്കൽ എബിലിറ്റി എന്നുള്ളത് പുതിയ അധ്യായമാണ്. ഇന്നേ വരെ PSC പരീക്ഷയിൽ ഒരിക്കലും ചോദിച്ച ക്ലറിക്കൽ എബിലിറ്റി ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഒരു അഡ്രസ്സ് തരും, ഒരു പൂർണ്ണ അഡ്രസ്സ്. ഇപ്പോൾ സപ്പോസ് ഏസ് ആപ്പിന്റെ ഒരു അഡ്രസ്സാണ്. ഏസ് ആപ്പ് എവിടെയാ? മഞ്ചേരി. അപ്പൊ ഫുൾ അഡ്രസ്സ്. ഇതിന് സമാനമായ 4 ഓപ്ഷൻസ്.
ഈ സെയിം അഡ്രസ് അക്ഷരങ്ങള് പഞ്ച്വേഷൻ, അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കും പഞ്ച്വേഷൻസ് മാർക്ക് ഉണ്ടായിരുന്നു. ആ പഞ്ച്വേഷൻ മാർക്കിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മൾ ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 4 ഓപ്ഷൻസിൽ ഈ സെയിം അഡ്രസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക, അതാണ് ക്ലറിക്കൽ എബിലിറ്റി. അങ്ങനെ പോകുന്നു നമ്മുടെ സിലബസുകൾ മുഴുവൻ. ക്ലിയർ ആയ പറയുന്നത്? ഇതാണ് മാത്സ് സിലബസ്. നമ്മൾക്ക് പൂർണ്ണമായും 40 മാർക്കും അതുപോലെ 20, 30 മാർക്കും 20 മാർക്കും 10 മാർക്കും അനായാസം നേടാൻ കഴിയുന്ന മാത്സിന്റെ സിലബസ്. ഒരു ഗുണമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് കറക്റ്റ് സിലബസ് ആണ്. പഠിച്ചാൽ ആ മാർക്ക് പൂർണ്ണമായി തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 or 3 ചോദ്യങ്ങൾ ചെയ്യാം. ഒരു 2020 മുൻപുള്ള കാലഘട്ടങ്ങളിൽ മാത്സ് പരമായിട്ടുള്ള അധ്യായങ്ങൾ ശരിക്കും 36 മുതൽ 40 അധ്യായം വരെ ഉണ്ടായിരുന്നു. ഇപ്പം മാത്സും മെന്റൽ എബിലിറ്റിയും ചേർത്ത് 25 അധ്യായങ്ങളേ ഉള്ളൂ. ഈ 25 അധ്യായങ്ങൾ എന്ന് പറയുന്നത് LDC പരീക്ഷ, LDC മെയിൻ പരീക്ഷ, ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ക്ലറിക്കൽ പോസ്റ്റ് 10ാം ക്ലാസ് യോഗ്യതയുള്ള ക്ലറിക്കൽ പോസ്റ്റ് ആയിട്ടുള്ള LDC ആയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 23ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയാൽ 10, 25, 28, 30 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടറാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? അങ്ങനെയാണ്. അപ്പൊ LDC പരീക്ഷകൾ, LDC ഡിപ്പാർട്ട്മെന്റ് ആണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ലോവർ ഡിവിഷനുകൾക്ക് പരീക്ഷ, വിവിധ യൂണിഫോം തസ്തികകൾ, പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അനുബന്ധ വിമൻ ഫയർ ഓഫീസർ, അനുബന്ധമായിട്ടുള്ള മുഴുവൻ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ, അങ്ങനെയുള്ള പരീക്ഷകൾക്കെല്ലാം ഇതേ സിലബസ് തന്നെയാണ്. കൂടാതെയോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആർമഡ് സബ് ഇൻസ്പെക്ടർ, അതേപോലെ CBCID അടക്കമുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷയിലും PSC നടത്തുന്ന 10ാം ക്ലാസ്സും അനുബന്ധമായി ഉയർന്ന യോഗ്യതയുള്ള എല്ലാ തസ്തികകളും വരുന്ന കോമൺ അധ്യായങ്ങളാണ്. എല്ലാ പരീക്ഷയിലും പൊതുവായി വരുന്ന അധ്യായമാണ് ഈ 25 അധ്യായം. ഈ 25 അധ്യായം നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് 40 മാർക്ക് മുതൽ, ഞാൻ ഓരോ പരീക്ഷയിലെ കാര്യം പറഞ്ഞേ, ഡിവിഷണൽ അക്കൗണ്ട് പോലെ പരീക്ഷയാണെങ്കിൽ 40 മാർക്ക്, എക്സൈസ് പ്രിവെന്റീവ് ഓഫീസ് പരീക്ഷയാണെങ്കിൽ 30 മാർക്ക്, LDC 20 മാർക്ക്, അടക്കം LGS അടക്കമുള്ള പരീക്ഷയിൽ 20 മാർക്ക്, അങ്ങനെ പരീക്ഷകൾ 20 മാർക്ക് വീതം ലഭിക്കുന്ന ഈ 25 അധ്യായം, 25ൽ 20 മാർക്ക് നമുക്ക് നേടാൻ കഴിയും. എന്നാൽ ഈ പുതിയതായി വന്ന സിലബസിലാണ് പ്രിലിംസിന് 20 മാർക്കും മെയിൻസിന് 10 മാർക്കുമാണ്. പ്രിലിംസിന് 20 മാർക്കും മെയിൻസിന് 10 മാർക്കുമാണ്. അപ്പൊ എന്താ സംഭവം? പ്രിലിംസിലെ ചാപ്റ്റേഴ്സ് തന്നെ ഇവിടെയുണ്ട്. ഇപ്പൊ പ്രിലിംസ് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, പ്രിലിംസിലെ ചാപ്റ്റർ ആയിരുന്നു, പ്രിലിംസിലെ ചാപ്റ്റർ നമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഫ്രാക്ഷൻസ് ഉണ്ടായിരുന്നു, പെർസെൻറ്റേജ് ഇല്ലായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരുന്നു. മനസ്സിലായ പറയുന്നേ? പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, റേഷ്യോ പ്രപ്പോർഷൻ ഉണ്ടായിരുന്നു, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ടൈം ആൻഡ് വർക്ക് ഉണ്ടായിരുന്നു, ആവറേജ് ഉണ്ടായിരുന്നു, കൃത്യങ്ങളില്ലായിരുന്നു, മെൻസുറേഷൻ ഇല്ലായിരുന്നു, പ്രോഗ്രഷൻ ഇല്ലായിരുന്നു. അങ്ങനെ അത്രയും ചാപ്റ്റർ ഇല്ലായിരുന്നു. എന്നാൽ ഉള്ള ചാപ്റ്റർ കൂടിയുണ്ട്. അതുകൂടി കോർത്തിണക്കിക്കൊണ്ടാണ് 20 മാർക്കിൽ നിന്ന് മെയിൻ പരീക്ഷ 10 മാർക്ക് ക്രമീകരിച്ച്. അപ്പൊ ഒരു കാര്യമുണ്ട്, 1 മാർക്ക് മേടിക്കാനായാലും ശരി, 2 മാർക്ക് മേടിക്കാനായാലും ശരി, 10 മാർക്ക് ആയാലും 20 മാർക്ക് ആയാലും 25 ചാപ്റ്ററും പഠിക്കണം. 1 മാർക്കാണെങ്കിലും ആ 1 മാർക്കിന് വിലയുണ്ട്. കാരണം 1 മാർക്ക് നഷ്ടപ്പെട്ടാൽ മറ്റുള്ള 1ാം റാങ്ക് കിട്ടുന്ന ഒരാൾക്ക് 80 മാർക്ക് കിട്ടിയെന്ന് കരുതുക, 2ാം റാങ്ക് കിട്ടുന്ന എനിക്ക് 79 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അറിയുക, അവരെക്കാൾ നമ്മൾ 300 to 400 റാങ്കിന് പുറകിലായിരിക്കും. അങ്ങനെ പാടില്ല. അതുകൊണ്ട് എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലാ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാ ഏസ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് കണക്ക് പാടാണല്ലോ എങ്കിൽ ഞാൻ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇതിലെ മെയിൻ 3 അധ്യായങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ഞാൻ ഒരു 3 ചോദ്യം ചെയ്ത് കാണിക്കാം. അതായത് നമുക്കറിയാം ഒരുപാട് സമയം വേണ്ട ഒരു വിഷയമാണ് മാത്സ്. എന്നാൽ ഇതിൽ സെക്കൻഡ് കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അടുത്ത സെക്ഷനിലായിട്ട്. നിങ്ങൾക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും പൊതുവെ മാത്സുകാരല്ല, ചെല്ലു പറയാന്നറിയോ, ഞങ്ങൾ മാത്സുകാരാണ്, അതുകൊണ്ട് മാത്സ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇംഗ്ലീഷുകാരാണ്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഞങ്ങൾ സോഷ്യൽ സയൻസുകാരാണ്, ഞങ്ങൾ സോഷ്യൽ അറിയാം, GK അറിയാം. പക്ഷെ കാര്യമില്ലല്ലോ, മാത്സുകാരായാലും അവർക്ക് ഇംഗ്ലീഷും മലയാളവും സോഷ്യലും അറിയണം. ഇംഗ്ലീഷുകാരായാലും മാത്സും സയൻസും സോഷ്യലും അറിയണം. എങ്കിൽ മാത്രം ആ മത്സര പരീക്ഷ നേടിയെടുക്കാൻ കഴിയുക. അപ്പം അതിൽ പ്രധാനമായും മാർക്ക് ഉറപ്പായി നേടിയെടുക്കാൻ കഴിയുന്ന 3 വിഷയങ്ങളിലെ ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. ബാക്കി 2 ലാംഗ്വേജുകളാണ്.
അതിലെ ഒരു ചോദ്യം, നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ? ഇതുമായി ഇതേ താരതമ്യമുള്ള ഒരു ചോദ്യം 2017 LDC മലപ്പുറം ജില്ലയിൽ ചോദിച്ചിട്ടുണ്ട്. 2017 LDC മലപ്പുറം ജില്ല, ക്വസ്റ്റ്യൻ നമ്പർ എ കോഡ്, ചോദ്യം നമ്പർ 53. കണ്ടോ, ചോദ്യം വരെ പറഞ്ഞിരുന്നേ. ആ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2017 LDCയുടെ ആണ്. ചോദ്യം നോക്കൂ, സമാന്തര ശ്രേണി പ്രോഗ്രഷൻ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. ചോദ്യം നോക്കൂ, 2:2 ഇൻറ്റു 2:4 ഇൻറ്റു 2:6 ഇൻറ്റു ഡോട്ടർ ലൈൻസ് ഇൻറ്റു 2:2n വിച്ച് ഇസ് ഈക്വൽ ടു 0.0625 ഹോൾ റേസ് ടു -18 ആയാൽ എന്നിന്റെ വില എന്ത്? മാത്തമാറ്റിക്കലി ചെയ്യുകയാണെങ്കിൽ 2 പേജ് ഉണ്ട് ചെയ്യാൻ, 2 പേജ്. നിങ്ങൾക്ക് ഷോർട്ട് കട്ട് വേണോ അതോ എളുപ്പവഴി വേണോ? അപ്പം ചില ആശങ്ക, ഷോർട്ട് കട്ടും എളുപ്പവഴിയും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഷോർട്ട് കട്ട് വേണോ എളുപ്പവഴി വേണോ എന്ന് ഞാൻ ചോദിച്ചേ, രണ്ടും ഒന്ന് തന്നെയാണ്. ഷോർട്ട് കട്ടും എളുപ്പവഴി ഒന്ന് തന്നെയാണ്. അപ്പം മാത്തമാറ്റിക്കൽ മെത്തേഡിലാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുക. എന്നാൽ കിട്ടുമോ? അതുമില്ല, സമയം പോയി. 1.25 മണിക്കൂറിന്റെ പരീക്ഷ, 75 മിനിറ്റ്. ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി സർക്കാർ നമ്മൾക്ക് അനുവദിക്കുന്ന സമയം 45 സെക്കൻഡ്. 45 സെക്കൻഡിൽ 39 സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കണം. 6 സെക്കൻഡ് കൊണ്ട് ബബിളിങ് ചെയ്യണം. ഇതുവല്ലോ നമുക്കറിയാവോ? നമ്മൾ എന്ത് ചെയ്യും? 6 സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടും. എന്താ, 4 ഓപ്ഷൻ ഉണ്ടല്ലോ, റിംഗി പൊങ്കി കളിക്കും. 1 2 3 4 5 6 കിട്ടി, അതും കറപ്പിക്കും. അത് 39 സെക്കൻഡ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചോദ്യം 30 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പറയുമ്പോൾ അത് 2 മിനിറ്റ് എടുക്കുമായിരിക്കാം, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ 30 സെക്കൻഡ് തികച്ചു വേണ്ട. നോക്കൂ, ഈ ചോദ്യത്തിന്റെ തന്നിരിക്കുന്ന പവർലെസ്, ഞാൻ പറഞ്ഞു 2 പേജ് വേണ്ട ചോദ്യം വിതിൻ സെക്കൻഡ്സിൽ ആൻസറിലേക്ക് വരാൻ പോവാ. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പവർലെസ് സംഖ്യ എന്ത് സംഖ്യ? ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പവറിലെ സംഖ്യ ഇരട്ട സംഖ്യ, ഈവൻ നമ്പറാണ്. പവർ മീൻസ് 2 4 6 ഈ 12 പവർ സംഖ്യ, പവറാണ്, പവർ ഇരട്ട സംഖ്യയാണ്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പവറിലെ സംഖ്യ ഇരട്ട സംഖ്യയാണ് അല്ലേ? അങ്ങനെ ഇരട്ട സംഖ്യ ആണെങ്കിൽ ചെയ്യേണ്ട രീതിയാണ് പറയാൻ പോനെ. ഇവിടെയുള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഷോർട്ട്കട്ടാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പവർലെ സംഖ്യ ഈവൻ നമ്പർ ആയാൽ ദശാംശങ്ങളുടെ എണ്ണം എടുക്കുക. അപ്പം 0.0625 4 ഡെസിമൽ പ്ലേസസ് ആർ ദയർ. ദശാംശങ്ങളുടെ എണ്ണം എടുത്തു, ദശാംശങ്ങളുടെ എണ്ണം. ഓക്കെ, 4 ദശാംശം അവിടെ ഉണ്ട്. ആ ദശാംശങ്ങളുടെ എണ്ണത്തോട് പവറിലെ സംഖ്യ ഗുണിക്കുക. പവറിലെ സംഖ്യ ദാറ്റ് ഈസ് -18 ആണ്. മൈനസ് എടുക്കേണ്ട കാര്യമില്ല, സംഖ്യ മാത്രം എടുക്കുക. അപ്പൊ ദശാംശങ്ങളുടെ എണ്ണത്തോട് പവറിലെ സംഖ്യ തമ്മിൽ ഗുണിക്കുക. ഗുണിക്കുമ്പോൾ 18 × 4 = 72 എന്ന് കിട്ടും. മനസ്സിലായോ? തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പവർലെ സംഖ്യ ഇരട്ട സംഖ്യയായാൽ ദശാംശങ്ങളുടെ എണ്ണത്തോട്, ഡെസിമൽ പൊസിഷന്റെ എണ്ണത്തോട് പവർലെ സംഖ്യ നെഗറ്റീവ് ഒഴികെയുള്ള പവർലെ സംഖ്യ ഗുണിക്കുക. ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യ 72 ആണ്. ഈ 72 എന്ന് പറയുന്നത് 2 അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലമാണ്. 72 എന്ന് പറയുന്നത്, കാരണം തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പവർലെ സംഖ്യ ഈവൻ നമ്പർ ആയതുകൊണ്ട്, ആ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2n ഈസ് ഡിനോട്ടഡ് ആസ് ആൻ ഈവൻ നമ്പർ. അങ്ങനെ ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന ഗുണനഫലം എന്ന് പറയുന്നത് 2 അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലമാണ്. കാരണം ഈവൻ നമ്പറിന്റെ സമ്മ് കാണുന്ന ഇക്വേഷൻ n × n+1 ആണ്. ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണനഫലം 72 ആണ്. ആ 72ന്റെ ഫാക്ടേഴ്സ്, കോൺസിക്യൂട്ടീവ് ഫാക്ടേഴ്സ്, അടുത്തടുത്ത ഘടകങ്ങൾ എന്ന് പറയുന്നത് 8ഉം 9ഉമാണ്. അതുകൊണ്ട് ആൻസർ എന്നിന്റെ വില, അപ്പൊ എന്നും n+1ഉം n = 8. ആൻസർ ഈസ് 8. നിങ്ങൾ ആൻസർ 8 ആണ്. 2 പേജിന്റെ ക്വസ്റ്റ്യൻ എന്തെളുപ്പത്തിൽ ദശാംശങ്ങളുടെ എണ്ണത്തോട് പവറിലെ സംഖ്യ ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യ 2 അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലം. ആ അടുത്തടുത്ത ഘടകങ്ങളിലെ ചെറിയ സംഖ്യയാണ് ആൻസർ. ക്ലിയർ ആയോ? ഈ ചോദ്യം ഒരു സമാന്തര ചോദ്യം. എന്നാൽ കഴിഞ്ഞ LDC പരീക്ഷയിൽ, 2017 LDC പരീക്ഷയിൽ മലപ്പുറം ജില്ലയുടെ ചോദ്യം എന്ന് പറയുന്ന ചോദ്യം ഇതായിരുന്നു. നോക്കൂ, 5:2 × 5:4 × 5:6 × ... 5:2n = 0.008 ഹോൾ റേസ് ടു -30 ആയാൽ എന്നിന്റെ വില എന്ത്? ഇത് കഴിഞ്ഞ LDC മലപ്പുറം ജില്ലയുടെ ചോദ്യമാണിത്. ഇതിന്റെ സമാനതയാണ് ഇവിടെ കണ്ടത്.
ചെയ്യേണ്ടത്. ഇതും എന്താ പവർലെസ് സംഖ്യ, ദശാംശംഖ്യ, ദശാംശങ്ങളുടെ എണ്ണം ഇവിടെ 3 × 30 എത്രയാണ്? 90. 90ന്റെ അടുത്തടുത്ത ഘടകങ്ങൾ 9 × 10. അതിലെ ചെറിയ സംഖ്യ ഏത്? ആൻസർ 9. കണ്ടില്ലേ? മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ ആരും ആ ഷോർട്ട്കട്ട് മനസ്സിലാക്കാനുള്ള മെറ്റീരിയൽ ഇല്ല, മീഡിയം ഇല്ല. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എയ്സ് ആപ്പ് അവതരിപ്പിക്കുന്നു. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ആ മെത്തേഡ് എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതി. മെത്തേഡിന്റെ ആവശ്യം നമുക്കില്ല, കാരണം 30 സെക്കൻഡ് കൊണ്ട് ചെയ്യും. 30 സെക്കൻഡ് വേണ്ടല്ലോ. ഇതാ നോക്ക്, ദശാംശങ്ങളുടെ എണ്ണം 4, പവർലെസ് സംഖ്യ 18, 12 4 72. ഘടകങ്ങൾ ഗുണപ്പട്ടിക അറിയണം കേട്ടോ, ഗുണപ്പട്ടിക അറിയണം. ഘടകങ്ങൾ 8 × 9, ഉത്തരം 8. 30 സെക്കൻഡ് തിരിച്ചു വേണ്ട. രണ്ടാം ക്വസ്റ്റ്യനോ? ദശാംശങ്ങളുടെ 3, പവർലെസ് സംഖ്യ 30, 30 × 3 90. ഈ ഗുണനപ്പട്ടിക അറിയില്ല എന്ന് വിചാരിക്കുക, ഘടകങ്ങൾ അറിയില്ല. അപ്പൊ വേറെ മാർഗമുണ്ട്. 90 കഴിഞ്ഞുള്ള സ്ക്വയർ നമ്പർ ഏത്? 90 മുൻപുള്ള സ്ക്വയർ നമ്പർ ഏത്? 90 മുൻപുള്ള സ്ക്വയർ നമ്പർ 81. ഘടകങ്ങൾ അറിയാൻ വയ്യാത്ത അവസരം വരുമ്പോൾ ഒരു ഓപ്ഷൻ, 90 മുൻപുള്ള സ്ക്വയർ നമ്പർ 81. 81ന്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് 9, ആൻസർ 9. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്. കണ്ടാൽ നല്ല രസമുണ്ട് അല്ലേ? കണ്ടില്ലേ? 1 + 1/2 നല്ല രസമുണ്ടല്ലോ. ബ്രാക്കറ്റിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് മേടിക്കുന്ന പോലെ ഗിഫ്റ്റിൽ ഇങ്ങനെ പൊതിഞ്ഞ് ക്ലിയർ ആക്കി വൃത്തിയാക്കി വെച്ചിരിക്കുക. 1 + 1/2, 1 - 1/3, 1 അപ്പോൾ 1/2, 1/3, 1/4 സീരീസ് ആയിട്ട് പോവാം. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, തുടങ്ങുന്നത് പോസിറ്റീവിലും അവസാനിക്കുന്നത് നെഗറ്റീവിലുമാണ് അല്ലേ? ചോദ്യം തുടങ്ങുന്നത് പോസിറ്റീവിൽ, ചോദ്യം അവസാനിക്കുന്നത് നെഗറ്റീവിൽ. അങ്ങനെ പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുന്ന ഭിന്നസംഖ്യയുടെ ഉത്തരം 1. കഴിഞ്ഞു, ആൻസർ 1. അപ്പൊ സംശയമായി പലർക്കും, സംശയമായി. ഇത്രയും ചോദ്യം, ഇത്രയും ഞാൻ ഈ മാർക്കിൽ ഇത്രയും ചോദ്യം ഇപ്പൊ കഴിഞ്ഞു പോയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മലപ്പുറം ജില്ലയുടെ ചോദ്യം. ഇത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VEO മലപ്പുറം ചോദ്യം. അത്രയും മറ്റും ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ ആൻസർ 1 തന്നെയാണ്. നോക്കിയോളൂ, നോക്ക്. ഇനി ഞാൻ അതിന്റെ രീതി പറയാം. അപ്പം ഓർക്കുക, പോസിറ്റീവിൽ അപ്പോൾ ദൈവമേ എന്ന് വെച്ചിട്ട് പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവ്, നമ്മുടെ പരിപാടി ആണല്ലോ. പോസിറ്റീവ് നെഗറ്റീവ് 1, പോസിറ്റീവ് നെഗറ്റീവ് 1, ഒരു 10 വട്ടം പറഞ്ഞു പഠിക്കും. അങ്ങനെ വേണ്ട. 1 2 2 2 + 1 3, ഇത് 3/2 ആണ്. ഓക്കെ, 1 2 2 + 1 3/2 ഇൻറ്റു ഇതിന്റെ മെത്തേഡാണ്. ഇനി ഇവിടെ 1 3 3, 3 ൽ 1 പോയി 2, അത് 2/3 ആയി. ഇൻറ്റു ഇവിടെ ആണെങ്കിലോ 1 4 4, 4 1 5, 5/4, 5/4 ഇൻറ്റു അവിടെ ആണെങ്കിലോ 1 5 5, 5 1 4, 4/5. എന്താ സംഭവിക്കുന്നത്? 2 2 പൊക്കോട്ടെ, 3 3 പൊക്കോട്ടെ, 4 4 പൊക്കോട്ടെ, 5 5 പൊക്കോട്ടെ, എല്ലാം പോയടേ. ഇങ്ങനെ എല്ലാം പോകും. എത്ര വലിയ സംഖ്യയാണെങ്കിലും പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിച്ചാൽ ആൻസർ 1 എന്നുള്ള കാര്യം മറന്നു പോകണ്ട. സോ യുവർ ആൻസർ ഈസ് 1. ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ആദ്യം സമാന്തര ശ്രേണി പഠിച്ചു, ഇപ്പൊ ഭിന്നസംഖ്യ പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓരോ അധ്യായങ്ങളിലും ഷോർട്ട്കട്ടുകളുണ്ട്. ആ ഷോർട്ട്കട്ട് പരമായ ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് തരിക. മനസ്സിലായ പറയുന്നേ? ഇപ്പൊ ചില പരീക്ഷകരുണ്ട്, 100 പൂച്ചയ്ക്ക് 100 എലിയെ കൊല്ലാൻ 100 ദിവസം വേണ്ടി വന്നാൽ, കഴിഞ്ഞ ചോദ്യം 100 പൂച്ചയ്ക്ക് 100 എലിയെ കൊല്ലാൻ 100 ദിവസം വേണ്ടി വന്നാൽ 4 പൂച്ചയ്ക്ക് 4 എലിയൊക്കെ എത്ര ദിവസം വേണം? എല്ലാം ചെയ്തിട്ട് 100 പൂച്ച 100 എലി 100 ദിവസം. ചില ടൈം ആൻഡ് വർക്ക് എടുത്ത് ചെയ്തല്ലേ നമ്മൾ പഠിപ്പിച്ച ടൈം ആൻഡ് വർക്ക്. 100 പൂച്ച M1 T1 D1 = M2 D2 T2 ചെയ്തേ. അങ്ങനെയല്ല, 100 പൂച്ചയ്ക്ക് 100 എലിയെ കൊല്ലാൻ 100 ദിവസം വേണ്ടി വന്നാൽ ഓർക്കുക, ഒരു പൂച്ചയ്ക്ക് 1 എലിയെ കൊല്ലാൻ 100 ദിവസം തന്നെ വേണം. 2 പൂച്ചയ്ക്ക് 2 എലിയെ കൊല്ലാൻ 100 ദിവസം തന്നെ വേണം. 3 പൂച്ചയ്ക്ക് 3 എലിയെ കൊല്ലാൻ 100 ദിവസം. ആ 100 എന്നുള്ള കൺസെപ്റ്റ്, 100 പൂച്ചയ്ക്ക് 100 എലിയെ കൊല്ലാൻ, അതായത് 100 പൂച്ച 100 എലിയെ ഓടിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പൂച്ച 1 എലിയെ പിടിക്കാൻ വേണ്ടി 100 ദിവസം എടുത്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 4 പൂച്ചയ്ക്ക് 4 എലിയെ കൊല്ലാൻ 100 ദിവസമുള്ള മെന്റലബിലിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ 2 ക്വസ്റ്റ്യൻ മാത്സ് ആയ, ഭിന്നസംഖ്യ മാത്സ്. ഇനി മാത്സിലേക്ക്, ഇനി മെന്റലബിലിറ്റി പോവാം. മെന്റലബിലിറ്റി വെരി റെയർ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം 2011 വുമൻസ് എക്സൈസ് ഗാർഡ് പരീക്ഷ ചോദ്യമാണ്. വുമൺ എക്സൈസ് ഗാർഡ് നമ്മൾ ഇന്നേവരെയും ചോദ്യം കണ്ടിട്ട് പോലും ഇല്ല അല്ലേ? കാരണം ഇവിടെ അധികം പറ്റാതെ 30 സെക്കൻഡ്സ് ഉണ്ട്. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ മത്സര പരീക്ഷ പഠിക്കുന്ന നിങ്ങൾ ആരും തന്നെ ആ ചോദ്യം കാണാൻ വഴിയില്ല.
കാണാൻ നിങ്ങൾ പരിശോധിച്ചോളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2011 വുമൻസ് എക്സൈസ് ഗാർഡ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയോ. ഞാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് പറയാൻ പോണേ. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് നോക്കിയോളൂ. 7 മണിക്കൂർ 20 മിനിറ്റ് 30 സെക്കൻഡ്. നോക്കിയോ എന്താ ചെയ്യണമെന്ന്. നിങ്ങൾ ആദ്യം മണിക്കൂറും സെക്കൻഡ് നമ്മൾ കൊള്ളാം. മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചി നമ്മൾ കൊള്ളത്. ആദ്യം മണിക്കൂർ 7 എന്നിട്ട് ഓക്കെ. സെക്കൻഡ് 30 സെക്കൻഡ് 6 എന്നെടുത്തു. 30 സെക്കൻഡിന്റെ ആ 30 സെക്കൻഡിനെ സൂചിപ്പിക്കുമ്പോൾ സൂചിയിരിക്കുന്ന അക്കമാണ് 6. അപ്പൊ 7 വരും. മണിക്കൂറിന്റെ ഒക്കെ 7 തന്നെ. 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സൂചിയിരിക്കുന്ന അക്കം 6. അപ്പൊ 7 6 പോയാൽ എത്രയാ? 1. 7 6 പോയാൽ 1. 7 6 പോയാൽ 1. ഈ 1നെ 30 കൊണ്ട് ഗുണിക്കുക. എന്താ ഈ 30 എന്ന് പറയുന്നത്? 5 മിനിറ്റുകൾക്ക് ഇടയിലുള്ള കോണളവാണ് 30. കാരണം ഒരു വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. ആ സർക്കിളിനെ 12 ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. 12 മണി എന്നുള്ള 12 ഡിവിഷൻ. സോ ഈച്ച് കോളം കൺസിസ്റ്റ് ഓഫ് 30 ഡിഗ്രി. ആ 30 ഇവിടെ ഗുണിക്കുക. അപ്പൊ 1 into 30 മീൻസ് 30 എന്നായി. ഇവിടെയുള്ള ഹയർ നമ്പറിന് സൈൻ എടുക്കുക. ആദ്യം അക്കങ്ങളെ എഴുതുക. അക്കങ്ങൾ എഴുതി ഡിഫറൻസ് എടുത്തു 30 കൊണ്ട് ഗുണിച്ചു. ഹയർ നമ്പർ സൈൻ ഈസ് പോസിറ്റീവ്. ഇനി വേണ്ടത് ഇവിടെയുള്ള മിനിറ്റിന്റെ പകുതി കാണും. മിനിറ്റിന്റെ പകുതി എത്ര മിനിറ്റായി ഇവിടെ? 20 മിനിറ്റ് അല്ല, 30 സെക്കൻഡ് കൂടി ഉള്ളത് കൊണ്ട് 30 സെക്കൻഡ് അര മിനിറ്റ് ആണ്. അര മിനിറ്റ് 30 സെക്കൻഡ് സമയം അര മിനിറ്റ്. അവിടെ ഇവിടെ 20.5 മിനിറ്റ് ആവുള്ളൂ. 20.5 മിനിറ്റ്. ഇവിടെ ഉള്ളത് 20.5 മിനിറ്റ് ആണ്. 20.5 മിനിറ്റ്. അപ്പൊ എങ്ങനെയാണ് 20.5 പകുതി എടുക്കുക. 20.5 പകുതി അത് 10.15 എന്ന് പറയും. 20.5 മിനിറ്റിന്റെ പകുതിയാണ് 10.15. ആ പകുതി ഇവിടെ എഴുതി കൂട്ടിയാൽ കോണളവ് ലഭ്യമാകും. സോ ആൻസർ ഈസ് 40.15. നമുക്കൊരിക്കലും h into 30 ഡിഗ്രി മൈനസ് ഇത് ചെയ്യാൻ കഴിയില്ല. h into 30 ഡിഗ്രി മൈനസ് m into 11/2 എന്ന നിയമം വെച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഓർത്തു വെക്കണം. അതിങ്ങനെ ചെയ്യണം. മണിക്കൂറിന്റെ അക്കം എഴുതണം, സെക്കൻഡിന്റെ അക്കം എഴുതണം. അവ തമ്മിലുള്ള വ്യത്യാസം കാണണം. അതിനുള്ള 30 ഗുണിക്കണം. ആ 30 ഹയർ നമ്പറിന് സൈൻ കൊടുക്കണം. അത് പോസിറ്റീവ് സൈൻ. 7 സൈൻ പോസിറ്റീവ്. എന്നിട്ട് തന്നിരിക്കുന്ന ആകെ മിനിറ്റിന്റെ 20.5 മിനിറ്റിന്റെ പകുതി എടുക്കുക. അത് 10.15. 30 + 10.15 സമം 40.15. സോ ആൻസർ ഈസ് 14 and 1/4 ഡിഗ്രി ആൻസർ. അപ്പൊ എല്ലാ ചോദ്യങ്ങളും അനായാസന ചെയ്യാൻ കഴിയും. ആ കാര്യം മറക്കണ്ട. നമ്മൾ ഏത് ചോദ്യം ചെയ്താലും ശരി ഇതെല്ലാം, കാരണം മാത്സ് പരമായിട്ടുള്ളതായാലും ശരി, മെന്റൽ എബിലിറ്റി പരമായ ചോദ്യങ്ങൾ, അതായത് 5 ചോദ്യം ഒഴികെ. ഇപ്പം ബ്ലഡ് റിലേഷൻസ് നമുക്ക് ഷോർട്ട് പറ്റില്ല. ഡയറക്ഷൻ, സെൻസ് ഓഫ് ഡയറക്ഷൻ വടക്കോട്ടുകൾ ഷോർട്ട് പറ്റില്ല. ബോർഡ് മാസ് ഷോർട്ട് പറ്റില്ല. അടക്കമുള്ള വിവിധ ചോദ്യങ്ങളുണ്ട്. ജോമെട്രി ഉൾപ്പെടെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ആ ചോദ്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന അടുത്ത ഓരോ ചാപ്റ്ററുകളും നിങ്ങളെ അങ്ങനെ പഠിപ്പിക്കും എന്നുറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം.